ഭാഗമായിട്ടുണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ വളരെ മനോഹരമായി ആഘോഷിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഇപ്പോഴും ആ ഒരു ഫ്രീഡത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ തന്നെ ടൈം ഫ്രീഡം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. എത്തിയിട്ടില്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യ ദിനം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ചുവടുവെപ്പാവട്ടെ. അതോടൊപ്പം തന്നെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്തായാലും ഇന്നത്തെ ഈ ഒരു നല്ല സുദിനം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്ക് കോയിൻ ഫോർജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ഒരുപാട് പേര് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനെ മലയാളത്തിലേക്കൊക്കെ ആക്കി ഒരുപാട് പേര് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ പറയുക വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആ വൈറ്റ് പേപ്പറിൽ കണ്ട ആ ഒരു രീതിയിലല്ല ഞാൻ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. വൈറ്റ് പേപ്പറിൽ കണ്ടതിനെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. ശരിയല്ലേ? അതായത് നിങ്ങൾ അവിടെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു എന്താ പറയാ വൈറ്റ് പേപ്പർ കണ്ടിട്ടുണ്ട്. ആ വൈറ്റ് പേപ്പറിനെ നേരെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മലയാളത്തിലേക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മലയാളത്തിൽ കിട്ടിയതിനെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതിനേക്കാൾ നല്ലത് എന്താണ് നമ്മുടെ ഈ ഒരു പുതിയ വൈറ്റ് പേപ്പർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിന്റെ ഒരു കോർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് എ കമ്മ്യൂണിറ്റി സെന്റേഡ് ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം ആണ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഒരു സിംഗിൾ ടോക്കൺ പ്രൊജക്റ്റ് അല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പല പ്രൊജക്റ്റുകളെയും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓൺ ടോക്കൺ ഉണ്ടാവുന്നുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ആ ഒരു ടോക്കൺ മാത്രമായിരിക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ ടോക്കൺ പ്രൊജക്റ്റ് ആയിട്ട് മാത്രമല്ല നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനിലൂടെ ഒരുപാട് ഡിജിറ്റൽ യൂട്ടിലിറ്റീസ് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, ഇതാണ് ഇവർ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഒരിക്കലും ഒരു സിംഗിൾ ടോക്കൺ പ്രൊജക്റ്റ് അല്ല. അതിനേക്കാൾ ഉപരി ഇന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒരുക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു കോർ ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഡിജിറ്റൽ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു റിയൽ വേൾഡ് യൂസിലേക്കൊക്കെ വരുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് മാറുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ആ ഒരു വൈറ്റ് പേപ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഫ്യൂച്ചറിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ ഇതിന്റെ ഒരു എക്കോസിസ്റ്റം വലുതാക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അപ്ഡേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഓരോ കോൺട്രാക്റ്റുകളും ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കൊക്കെ തന്നെ ഇതിന്റെ ടോക്കൺസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഷെയർ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിന്റെ ഒരു ടോക്കൺസ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു കോയിൻ ഫോർജിന്റെ ടോക്കൺ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻറ്റയർ ഈ ഒരു സിസ്റ്റത്തെ, ഈ ഒരു എക്കോ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ടോക്കൺ മാറാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു എക്കോസിസ്റ്റം ഫീച്ചേഴ്സ് എല്ലാം തന്നെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ആ ഒരു ടോക്കന്റെ അനിവാര്യത നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി
കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ്സ് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റഫറൽ പ്രോഗ്രാം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ വരാനിരിക്കുന്ന ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ അതിലൂടെയൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവിലൂടെ നമുക്ക് കൂടുതലായിട്ടുള്ള വരുമാനം നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. ഇതിന്റെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിലൊക്കെ തന്നെ നമുക്ക് അതിന്റെ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന CF ടോക്കൺ ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിന്റെ ഒരു കോർ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കോർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ആ ആശയത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം, ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടോക്കൺ ആണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഭാഗമായിട്ടുള്ള റിയൽ വേൾഡ് യൂസ് കേസസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സിന്, അതുപോലെ തന്നെ ഇതിന്റെ പ്ലാറ്റ്ഫോം സർവീസുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസ്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു അപ്ഡേഷൻ ആണ് നമുക്ക് ആ ഒരു കാര്യത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ എന്തായാലും ഇതിന്റെ വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അതിനുശേഷം നമുക്ക് അതിൽ ലഭിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട്, അതിനെ കുറിച്ച് കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവര് ഇതിന്റെ ഒരു നെക്സ്റ്റ് ആയിട്ട് അവര് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയാണ്. ആ ഒരു ടെക്നോളജിയെ കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അതിലൂടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഇത് റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നിരന്തരം പറയുന്ന കാര്യമാണെങ്കിൽ, ആ ഒരു കാര്യമാണ് ഇവർ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരിക്കൽ കൂടി മെൻഷൻ ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഈ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് ആ രീതിയിൽ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ട്രാൻസ്പെറൻസി, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സുതാര്യത എന്ന് പറയുന്ന ലെവലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ എംപവർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇതൊന്നും വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും നമുക്ക് ഈ ഒരു ടോട്ടലായിട്ട് ഇതിൽ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാന്നുള്ള ഒരു ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയെ കുറിച്ചാണ് അവർ പിന്നീട് വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുക വെച്ച് കഴിഞ്ഞാൽ, ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് ഈ ഒരു ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ സ്മാർട്ട് കോൺട്രാക്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഒരു വിഷൻ ആണ്. മോർ ദാൻ എ ടോക്കൺ ആൻഡ് ഇവോൾവിംഗ് ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടോക്കൺ എന്നതിനേക്കാൾ ഉപരി ഇതൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട് ഇതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് ഭാവിയിൽ ഇതിന്റെ ഒരുപാട് ഡിജിറ്റൽ സർവീസുകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ ജസ്റ്റ് അതിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇതിന്റെ തൊട്ട് താഴെ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഡിജിറ്റൽ സർവീസുകളായാലും ആ കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ്സ് ആയാലും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമുകളായാലും, അതുപോലെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാനിരിക്കുന്നത് ഇതിന്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, അതുപോലെ മാർക്കറ്റ് പ്ലേസ്, ഗെയിമിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ എന്തുണ്ട് ഇതിന്റെ ബാക്ക് എൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഇതിനകത്ത് മൈനിങ്, സ്റ്റേക്കിംഗ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വൈറ്റ് പേപ്പറിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൾട്ടി യൂട്ടിലിറ്റി എക്കോസിസ്റ്റം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിനെ വികസിപ്പിക്കാൻ പോകുന്നത്.
എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ കൈകളിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം, ഒരു ധാരണ നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണം. കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ പലരും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് ഒരു ടോക്കൺ ലഭിച്ചു, അതിനെ ജസ്റ്റ് എന്താ പറയാ, ഒരു മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലേക്ക് നമ്മളിൽ പലരും പോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് വളരെ മികച്ച രീതിയിലുള്ള USDT എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ആയിട്ട് ലഭിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, ഒരു $15 ആക്ടിവേഷൻ ചെയ്യുന്നതിലൂടെ $12 വരുമാനം കിട്ടുന്നു, അല്ലെങ്കിൽ $3090 ആക്ടിവേഷനിലൂടെ $2089 വരുമാനം കിട്ടുന്നു, അല്ലെങ്കിൽ $4140 ആക്ടിവേഷനിലൂടെ ഏകദേശം 2,60,000 രൂപക്ക് മുകളിൽ വരുമാനം കിട്ടുന്നു എന്നുള്ളത് ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണെങ്കിലും, പലരും അതിനെ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻകത്തെ മാത്രം അവർ എടുക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ ടോക്കണിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഞാൻ പലരിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മീറ്റിംഗിൽ അത് ഓപ്പൺ ആയിട്ട് പറയുന്നത് പോലും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആ ടോക്കൺസിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു വൈറ്റ് പേപ്പറിനെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ വ്യക്തികൾക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ. ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ കൃത്യമായിട്ട് ഡിജിറ്റൽ സർവീസുകൾ, ഒരുപാട് രീതിയിലുള്ള ഡിജിറ്റൽ സർവീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഇപ്പോൾ ബ്ലോക്ക് ചെയിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടാവും, നമുക്ക് ഇനിയും അറിയാനുണ്ട് അല്ലെ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ബ്ലോക്ക് ചെയിനെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ കൂടുതൽ എന്താ പറയാ, അതിനൊരു കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് ബ്ലോക്ക് ചെയിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഒരു വിഷൻ എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മൾട്ടി യൂട്ടിലിറ്റി എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവര് ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് വിവിധ ഫേസുകളായിട്ടാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളെയും അവതരിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകളിലൂടെയാണ് ഇവർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം നമുക്കറിയാം, ഒരു 7ഓളം ഫേസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇതിനു വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ എക്കോസിസ്റ്റം ലോഞ്ച് ആണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം അത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും റെഡി ആയിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവര് ഇതിന്റെ ഒരു ഫേസ് 1 എന്നുള്ള നിലയിൽ, ഇതിന്റെ ഒരു എക്കോസിസ്റ്റം ലോഞ്ച് എന്നുള്ള നിലയിൽ അവർ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു എക്കോസിസ്റ്റം ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ആ ഒരു എക്കോസിസ്റ്റം ലോഞ്ചിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു പ്രൊജക്റ്റും സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി വേണം അല്ലെ. ആ ഒരു കമ്മ്യൂണിറ്റി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിന്റെ ഒരു അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ വികസിപ്പിക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇതിനെ എല്ലാം തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റുകളിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫസ്റ്റത്തെ ഡ്രീം ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഘട്ടമായിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫേസ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കമ്മ്യൂണിറ്റി റെക്കഗ്നേഷൻ പ്രോഗ്രാമുകളാണ്. ആ ഒരു കമ്മ്യൂണിറ്റി റെക്കഗ്നേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒരു ആക്റ്റീവ് പാർട്ട്ണർ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. നമ്മളെല്ലാവരും തന്നെ ആക്റ്റീവ് പാർട്ട്ണർ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ആക്റ്റീവ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇന്നത്തെ ദിവസം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു വൈറ്റ് പേപ്പർ ഇറങ്ങി അത് റിലീസായി അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അറിയുമ്പോൾ ആ മീറ്റിംഗിലേക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഇതിനോട് കുറച്ചെങ്കിലും താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അത്തരത്തില് താല്പര്യമുള്ള ആൾക്കാരാണ് ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. ഇപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാല്, സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ റോയൽറ്റി ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ.
റോയൽറ്റി കിട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ ഇത്തരം റോയൽറ്റി പ്രോഗ്രാമുകളൊക്കെ എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റി റെക്കഗ്നേഷൻ പ്രോഗ്രാമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഇതിന്റെ വൈറ്റ് പേപ്പർ ഒക്കെ വായിച്ച് അതിനെ നേരെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് രീതിയിലുള്ള എന്താ പറയാ മാറ്റങ്ങൾ, ട്രാൻസ്ലേഷന്റെ കാര്യം അറിയാലോ. ഇപ്പോൾ ഞാൻ മലയാളിയാണെങ്കിൽ ഞാൻ മലയാളത്തിൽ പറയുന്ന കാര്യത്തെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില സാങ്കേതിക പിഴവുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു ട്രാൻസ്ലേഷനിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു ഫേസ് 2 എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി റെക്കഗ്നേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റഫറൽ പ്രോഗ്രാമുകളെയും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റോയൽറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫേസ് 3 ആയിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു നെറ്റ്വർക്ക് മൈനിങ് മൊഡ്യൂൾ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു പുതിയ മൈനിങ് ഫീച്ചർ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് അവരുടെ ഒരു തേർഡ് ഫേസ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോ നമ്മളെ സംബന്ധിച്ച് നോക്കുക വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പോ ഒരു ആക്റ്റീവ് പാർട്ട്ണർ ആയിക്കൊണ്ടാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ടോക്കൺസ് ഒക്കെ ഏൺ ചെയ്യാനുള്ള മാർഗങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫേസ് 3യിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഫേസ് 3യിൽ ഒരു മൈനിങ് പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ അല്ലെ, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ വെറുതെ ഇരുന്നു കൊണ്ട് പോലും വരുമാനം ലഭിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കൊക്കെയുള്ള ഒരു മികച്ച അവസരമായിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മൈനിങ് പ്രോഗ്രാം വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മൈനിങ് പ്രോഗ്രാം വരുന്ന സമയത്ത് നമ്മള് ജസ്റ്റ് എന്താ പറയാ എന്തെങ്കിലും കിട്ടി ജീവിക്കുന്ന അന്നന്നത്തെ വരുമാനത്തിന് വേണ്ടിയിട്ട് മെനക്കെടുന്ന ആൾക്കാരായി മാറാതെ ഇപ്പൊ നമ്മള് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരത്തെ പരമാവധി വ്യക്തികളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പരമാവധി വ്യക്തികളിലേക്ക് അതിന്റെ ടോക്കൺസ് എത്തിച്ചുകൊണ്ട് നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മൈനിങ് പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിച്ച ആശിച്ച ലെവലിലേക്കുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണ് നമ്മുടെ കോയിൻ ഫോർജിന്റെ ഈ ഒരു വൈറ്റ് പേപ്പറിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിന്റെ മൈനിങ് പ്ലാറ്റ്ഫോം ഒക്കെ വരുന്ന സമയത്ത് അതിലൂടെയൊക്കെ നമുക്ക് മികച്ച രീതിയിലുള്ള വരുമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എന്തുണ്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫേസ് 3യെ പറ്റി നമുക്ക് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫേസ് 4ലേക്ക് എത്തുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇനിഷ്യേറ്റീവ് ആണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് നമ്മുടെ മെമ്പർമാർക്ക്, നമ്മുടെ അംഗങ്ങൾക്ക്, ഇതില് പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്കൊരു അവയർനെസ് കൊടുക്കുന്ന രീതിയിലേക്ക്, അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വരാനിരിക്കുന്നത് എന്നുള്ള ലെവലിലേക്കൊക്കെയുള്ള ആ ഒരു റോഡ് മാപ്പ് പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിന്റെ ഒരു നെക്സ്റ്റ് ആയിട്ട് വരാനിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസ് 4ല് അത്തരത്തിലൊരു അവയർനെസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭാവിയിൽ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതോടൊപ്പം ഇതിന്റെ ഒരു ഫേസ് 5ലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവിടെയാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്കറ്റ് പ്ലേസിന്റെയും അതുപോലെ തന്നെ എക്സ്ചേഞ്ചിന്റെയും ഇന്റഗ്രേഷൻ ആണ് അവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ആ ഒരു ഫേസ് 5ലേക്ക് എത്തുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഒക്കെ വരാൻ പോകുന്നത് ആ ഒരു ഫേസ് 5ലാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഫേസ് 5ലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് അവിടെ മുതൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഓരോ ടോക്കണെയും നമുക്ക് കൃത്യമായി നമുക്ക് റിലീസ് ആവുന്ന ടോക്കണുകളെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരമൊക്കെ എത്തുന്നത് ഈ ഒരു ഫേസ് 5ലേക്ക് എത്തുന്ന സമയത്താണ്. അവിടെ കൃത്യമായിട്ട് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഓപ്പൺ ആവുകയും അതിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ടോക്കൺസിനെ ഒക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം സെല് ചെയ്യാനും ബൈ ചെയ്യാനും അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ അവിടെ നൽകുന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ഓപ്പൺ ആവുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്ലേസ് എന്താന്നുള്ളത് ഇവിടെ
പലർക്കും ചിലപ്പോൾ അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊക്കെ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. OLX പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അതൊക്കെ തന്നെ മാർക്കറ്റ് പ്ലേസുകളാണ്. ഫേസ്ബുക്കിനകത്ത് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ നമ്മുടെ കയ്യിലുള്ള ഓരോ പ്രോഡക്റ്റുകളും വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ NFT പോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡെക്സ് വരുന്ന സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൈകളിലുള്ള ക്രിപ്റ്റോ ടോക്കൺസിനെയൊക്കെ, അതായത് ഇന്ന് നിങ്ങളൊന്നും പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കാത്ത, ഇന്ന് നമ്മളൊരു മൂലയ്ക്ക് ഒതുക്കിയിട്ടിട്ടുള്ള നമ്മുടെ കോയിൻ ഫോർജിന്റെ ടോക്കൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഫേസ് 5-ലാണെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ഫേസ് 6-ലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ഗെയിമിംഗ് എക്കോസിസ്റ്റം, അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ ഉണ്ട് അല്ലേ, അതെല്ലാം തന്നെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ടൊക്കെയുള്ള ഗെയിമുകളൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു Web3 കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പ്ലേ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതിന്റെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഗെയിം ആണെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ഇന്ററാക്റ്റീവ് ഗെയിമിംഗ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫേസ് 6 വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ഫേസ് 6-ലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് അധികം ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു ഫേസ് 6 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ തീർച്ചയായിട്ടും പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മുടെ യൂട്ടിലിറ്റി ആയിട്ട് വരുന്നത് നമ്മുടെ ടോക്കൺസ് തന്നെയായിരിക്കും. അപ്പോൾ അത്തരത്തിലൊക്കെ ടോക്കൺസിന്റെ ഡിമാൻഡ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറാൻ പോകുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൈകളിലുള്ള ആ ഒരു കുറഞ്ഞ ടോക്കൺ ആയിക്കോട്ടെ കൂടിയ ടോക്കൺ ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്കുള്ള യൂട്ടിലിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത്തരത്തിൽ ഇതിന്റെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നിരവധി നല്ല രീതിയിലുള്ള ടോക്കൺസ് നമുക്ക് വീണ്ടും ഏൺ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ആ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ടോക്കന്റെ ലോഞ്ച് ആയിരിക്കും ഇതിന്റെ ഒരു ഫേസ് 7 എന്നുള്ള നിലയിലേക്ക് നമുക്ക് എത്താനായിട്ട് പോകുന്നത്. ആ ഒരു രീതിയിലാണ് ഫേസ് 7 ആയിട്ട് വരുന്നത് നമ്മുടെ കോയിൻ ഫോർജിന്റെ ടോക്കന്റെ ലോഞ്ച് ആയിരിക്കും. ആ ഒരു ലോഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെ വന്നതിന് ശേഷം നമുക്ക് പബ്ലിക്കിൽ അവൈലബിൾ ആവുന്ന ലെവലിലേക്ക് അല്ലെ, നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുന്ന കാര്യം, ഇപ്പോൾ നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഒക്കെ ഒരു ക്രിപ്റ്റോ കറൻസി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്, ഇതിലൂടെ ഞങ്ങൾ സ്റ്റേക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, മാർക്കറ്റിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പോയി പരിശോധിക്കുക എന്ന് പറയുന്നത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ എല്ലാ ക്രിപ്റ്റോ കറൻസികളുടെയും മെജോറിറ്റി ലിസ്റ്റിംഗ് വരുന്ന കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലഭ്യമാകുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫേസ് 7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് പേപ്പറിന്റെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്നൊന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ടോക്കൺസിന്റെ സപ്ലൈ ഏത് രീതിയിലാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡുകൾ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഓരോ ഫേസുകൾ എന്നുണ്ടെങ്കിലും, ആ ഒരു 7 ഫേസിലും നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടോക്കണിന് വേണ്ടിയിട്ട് വാല്യൂ കൂട്ടുന്ന ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് യൂസ് കേസസിലേക്കൊക്കെ കൊണ്ടുവരുന്ന ലെവലിലേക്ക് അത് മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടോക്കൺ സപ്ലൈയെ കുറിച്ച് തന്നെയാണ്.
ഓക്കെ. അപ്പോ ഇതിന്റെ ടോക്കൺ സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആദ്യമായി കയറി നിൽക്കുമ്പോൾ കേട്ടിരുന്ന ഒരു കൗണ്ട് എന്ന് പറയുന്നത് ഒരു 1 ബില്യൺ ടോക്കൺസ് ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെ. 1 ബില്യൺ ടോക്കൺ എന്ന് പറയുമ്പോൾ ഏകദേശം 100 കോടി ടോക്കണുകളായിട്ടാണ് ഇത് മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെ ഒന്നടങ്കം പൊളിച്ചടക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിനെ മാറ്റി സ്ഥാപിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ കൊണ്ടുവരുന്ന ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ടോക്കണെ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ഒരു 100 കോടി എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 100 മില്യണിലേക്ക്, അതായത് 10 കോടിയിലേക്ക് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഈ ഒരു 10 കോടിയിലേക്ക് ചുരുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഒരു 100 കോടി എന്നുള്ള ലെവലിലേക്ക് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനെ പിന്നീട് ഒരു 10 കോടിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുള്ളത് അല്ലെ. നമുക്കാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ സമയത്തെ ആക്ടിവേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ടോക്കൺസ് കളക്ട് ചെയ്യാൻ സാധിച്ച ആൾക്കാരാണ് നമ്മൾ. അപ്പോ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഈ ഒരു 100 മില്യൺ ആയിട്ട്, അല്ലെങ്കിൽ 10 കോടിയായിട്ട് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട്. ആ നോട്ടിഫിക്കേഷന്റെ കാര്യം എന്തായാലും ഞാൻ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനത്തിൽ എന്തായാലും പറയുന്നുണ്ടാവും. ഞാൻ ഈ ഒരു വൈറ്റ് പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം പറയുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു 100 മില്യണെ ഏത് രീതിയിലാണ് അതിനെ ജസ്റ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെല്ലാവർക്കും കിട്ടുന്ന ലെവലിലേക്ക്, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ലെവലിലേക്ക് മാറിയിട്ടുള്ള ഒരു ഏർലി യൂസേഴ്സ് എന്നുള്ള ലെവലിലേക്ക് അല്ലെ, ഏർലി യൂസേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇതിന്റെ ഒരു 5% മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഏർലി യൂസേഴ്സ് ആയിട്ട് വന്നത് കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മുടെ ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ 4G റൈസ് ആക്ടിവേറ്റ് ചെയ്ത സമയത്തും 4G റിവോൾവ് ആക്ടിവേറ്റ് ചെയ്ത സമയത്തും, അതിന്റെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമുക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഇതിന്റെ ടോക്കൺസ് ഡബിൾ ആയി കളക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഓക്കെ. ഇതാണ് ഇതിന്റെ ഒരു ഏർലി യൂസേഴ്സിനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന ബെനിഫിറ്റുകൾ എന്തുണ്ട്, അതിന്റെ ഭാവിയിൽ വരുന്നുണ്ടാവും. ആ ഒരു രീതിയിലുള്ള ഒരുപാട് അറിയിപ്പുകളാണ് നമുക്ക് ഇതിന്റെ തൊട്ടും മുകളിലായിട്ട് ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു 5% മാറ്റി വെച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഏർലി യൂസേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ, നമ്മളെല്ലാവരും ഏർലി യൂസേഴ്സ് ആണെന്നുള്ളത് അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഏർലി യൂസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ കൃത്യമായി ഉപയോഗിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഓരോ വ്യക്തികളും എന്ത് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു 5% എന്ന് പറയുന്നത് ഏകദേശം 50 ലക്ഷം ആണെങ്കിൽ, അടുത്തതായിട്ട് ഒരു 15% മാറ്റി വെച്ചിട്ടുള്ളത് കമ്മ്യൂണിറ്റി റിവാർഡുകൾക്ക് വേണ്ടിയിട്ടാണ്. ആ കമ്മ്യൂണിറ്റി റിവാർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിവാർഡുകളാണ്. അതായത് സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ആക്ടിവേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മറ്റൊരാളെ റെഫർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു കമ്മ്യൂണിറ്റി റിവാർഡ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ. അപ്പോ ആ ഒരു രീതിയിലേക്ക് ഒരു 1.5 കോടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അത് ഞാൻ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നോട്ടിഫിക്കേഷനുമായി കണക്ട് ചെയ്ത് വരുന്നത് കൊണ്ട് ഞാൻ അത് അവസാനത്തിലേക്ക് എന്തായാലും പറയാം. ഓക്കെ. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പബ്ലിക്കിലേക്കുള്ള ഒരു പ്രീസെയിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് ഇതിന്റെ ടോക്കൺസ് കളക്ട് ചെയ്യാനുള്ള ഒരു മികച്ച അവസരം ഉണ്ടെങ്കിൽ, ആ അവസരം നിൽക്കുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ അവസരം നമുക്ക് കുറയുന്നതോടുകൂടി നമുക്ക് ലഭിക്കാൻ പോകുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു പബ്ലിക് പ്രീസെയിൽ ആയിരിക്കും. പബ്ലിക് പ്രീസെയിലായിട്ട് മാറ്റി വെക്കുന്നത് ഏകദേശം 15%. 15% എന്ന് പറയുന്നത് ഏകദേശം 1.5 കോടി ടോക്കൺസ് ആണ് ആ ഒരു രീതിയിൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീസെയിൽ ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പബ്ലിക് പ്രീസെയിലും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം, ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് പരമാവധി കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പരമാവധി ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് $4140 ആണെന്ന് നമുക്കറിയാം അല്ലെ. അതിന്റെ ഭാഗമായിട്ട് 2595 ടോക്കൺസ് മാത്രമാണ് നമുക്ക് പരമാവധി കളക്ട് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റഫറൽ പ്രോഗ്രാമിലൂടെ ആണെങ്കിൽ, ഇതിന്റെ ഒരു പബ്ലിക് പ്രീസെയിലും അത്തരത്തിലായിരിക്കും വരുന്നുണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊജക്ടിന്റെ ഇതിന്റെ ഒരു റോഡ് മാപ്പും കാര്യങ്ങളൊക്കെ കണ്ടത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കാണുന്ന
നിരീക്ഷിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ടാവും. ഏതൊരു ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്തും അതിന്റെ പ്രൊജക്റ്റും അതിന്റെ കമ്മ്യൂണിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ് ആ ടോക്കൺസിനെ വെയിൽസ് വിഴുങ്ങുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിമിംഗലങ്ങൾ എന്ന് പറയും. ഈ ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലെ ഒരു വേർഡാണത്, വെയിൽസ് എന്ന് പറയും. അത് വമ്പന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തില് വമ്പന്മാര് ഇതിന്റെ ഒരു പ്രീസെയിലിനെ വിഴുങ്ങാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള എത്ര വേണമെങ്കിലും ഉള്ള ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങി വെക്കാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് ആയിരിക്കില്ല തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പബ്ലിക് പ്രീസെയിൽ ഉണ്ടാവുക. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. അതുകൊണ്ട് തന്നെ വരുന്ന കുറച്ച് ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ. അതോടൊപ്പം തന്നെ ഇതിന്റെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ടോക്കൺസിനെ വളരെ സ്ട്രോങ് ആക്കി നിർത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഏകദേശം 10% എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റി വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ എക്കോസിസ്റ്റം ഗ്രോത്തിനായിട്ട്, ഇതിന്റെ ഭാവിയിലുള്ള ഓരോ കാര്യങ്ങൾക്ക് വരുന്ന സമയത്തും ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% ആണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മൈനിങ് പ്രോസസ്സിലേക്കൊക്കെ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് ആ ഒരു രീതിയിലുള്ള എക്കോസിസ്റ്റം ഗ്രോത്തിലൂടെ ആ ഒരു അലോക്കേഷൻ ചെയ്തിട്ടുള്ള ടോക്കൺസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും അത് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അതിനെ ഉയർത്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ചെലവൊക്കെ വരുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഇതൊരു ലോങ് ആയിട്ട് നമുക്ക് ഒരു എന്താ പറയാ ലോങ് ടൈം ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇതിന്റെ ഓരോ കാര്യങ്ങളെയും ഇതിന്റെ ഓരോ ഫറുകളും അത്രത്തോളം പവർഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ് ഇതിന്റെ ഒരു 15% എന്ന് പറയുന്നത്. ഭാവിയിൽ ഇനി ഇതിന്റെ പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനൊക്കെ വേണ്ടി കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 15% മാറ്റി വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ടീമിനും അതിന്റെ അഡ്വൈസേഴ്സിനും വേണ്ടിയിട്ട് ഒരു 10% കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ടോക്കൺ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഇനി പറയാനിരിക്കുന്ന ആ ഒരു 10% ആണ്. ഓക്കെ. ആ ഒരു 10% പറയുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്ടിന്റെ പാർട്ട്ണർഷിപ്പിനും അതുപോലെ തന്നെ ട്രഷറിയിലേക്കും വേണ്ടി മാറ്റിവെക്കുന്ന ഒരു തുകയാണത്. ഓക്കെ. അത് 10% ആണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പിലേക്ക് അല്ലെ, ഇതിന്റെ ഡെവലപ്പേഴ്സിനുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതൊരിക്കലും ഈ ഒരു ഫോർജ് റൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫോർജ് റിവോൾവ് ചെയ്യുന്നതോ അതൊന്നുമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി അതിലൂടെയൊക്കെ ലഭിക്കുന്ന തുക നമ്മളിലേക്ക് തന്നെ നേരിട്ട് തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു 100 കോടി ടോക്കൺസ് എന്ന് പറയുന്നത് 10 കോടി ടോക്കൺസിലേക്ക് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 10% 1 കോടി ടോക്കൺസ് ഇതിന്റെ ഡെവലപ്പേഴ്സിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട, പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, പാർട്ട്ണർഷിപ്പ് ആൻഡ് ട്രഷറി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ട്രഷറിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ ട്രഷറിക്കുള്ള ഇമ്പോർട്ടന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, ഇവിടെ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും ഇവിടെ. സാധാരണ രീതിയിൽ ഗവൺമെന്റിനൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബാധ്യതയൊക്കെ വരുന്ന സമയത്ത് അവർ ആദ്യമായിട്ട് സമീപിക്കുക എവിടെയാണ്, ട്രഷറിയെ ആയിരിക്കും അല്ലെ. ആ ഒരു ട്രഷറിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡിറ്റി അതിന്റെ ഒരു 10% ആയിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതോടൊപ്പം ആ ഒരു കാര്യത്തെ ഒരു നിലയിലേക്കും താഴത്തേക്ക് പോകാതെ കീപ്പ് ചെയ്യാനായിട്ട് ഇതിന്റെ ഡെവലപ്പേഴ്സ് അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 10%-ന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ ഒരിക്കലും ഇത് ഒരു മാർക്കറ്റിലേക്ക് ലിസ്റ്റിങ്ങിന് എത്തിയ ഉടനെ തന്നെ ഇതിന്റെ ഡെവലപ്പേഴ്സ് ഒരിക്കലും അതിനെ വിറ്റൊഴിക്കുന്ന രീതിയിലേക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതൊരു 3 to 5 years അവരെന്തായാലും അത് ഹോൾഡ് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. കാരണം എന്ന് പറയുന്നത് ഏതൊരു പ്രൊജക്റ്റിനെയും പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അതിനെ ഏറ്റവും പവർഫുൾ ആക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിന്റെ ലിക്വിഡിറ്റി ആണെങ്കിൽ ആ ലിക്വിഡിറ്റിക്ക് ഒരു ബാക്ക് സപ്പോർട്ട് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതിന്റെ പാർട്ട്ണർഷിപ്പ് ആൻഡ് ട്രഷറി എന്നുള്ള ലെവലിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഇതിന്റെ ഫേസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടോക്കൺസിന്റെ അലോക്കേഷൻ ആണ്. അതിൽ ഏഴ് യൂസേഴ്സിനായിട്ട് 5% ആണ് മാറ്റി വെച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റി റിവാർഡുകളായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് 15%.
പബ്ലിക്കിന്റെ പ്രീസെയിലിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് 15%. ഈ 15% ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും ചിലപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ 10 പേർക്കോ 100 പേർക്കോ ചേർന്ന് വാങ്ങാൻ സാധിക്കുന്ന ഒരു സാധനമല്ല. കാരണം അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഡിമാൻഡിനെ കാര്യമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനം എന്തായാലും ഇതിന്റെ ഡെവലപ്പേഴ്സ് എടുക്കില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലിക്വിഡിറ്റി 10%, അതുപോലെ തന്നെ എക്കോസിസ്റ്റം ഗ്രോത്തിന് വേണ്ടിയിട്ട് 20%, അതുപോലെ ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 15%, ടീം ആൻഡ് അഡ്വൈസേഴ്സിന് വേണ്ടിയിട്ട് 10%, ട്രഷറി ആൻഡ് പാർട്ണർഷിപ്പിന് വേണ്ടി 10% മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ടോക്കന്റെ യൂട്ടിലിറ്റി ഇവർ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു യൂട്ടിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവേണൻസ് പോലെയുള്ള കാര്യങ്ങൾ. അതായത് എന്തെങ്കിലും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിനൊരു വോട്ടിങ്ങിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പേഷൻ, അതായത് ആസ് എ കോയിൻ ഫോർജിന്റെ ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു പാർട്ടിസിപ്പന്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ, വോട്ടിംഗ് ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ടോക്കൺസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ എക്കോസിസ്റ്റം ഫീച്ചേഴ്സ്, അതുപോലെ സർവീസ് ആക്സസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ടോക്കൺസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതോടൊപ്പം ചേർത്ത് വായിക്കുകയും കഴിഞ്ഞാൽ ഇതിൽ വരാനിരിക്കുന്ന സെലക്റ്റഡ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്കും അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷനും വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ടോക്കൺസ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഇതിന്റെ വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആ ഒരു ട്രാൻസ്പെറൻസി ഇവർ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ടോക്കന്റെ അലോക്കേഷനും അതുപോലെ തന്നെ എക്കോസിസ്റ്റവുമായിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ ഡെവലപ്മെന്റ് പ്രോഗ്രസ്, ഫ്യൂച്ചർ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഒഫീഷ്യൽ കോയിൻ ഫോർജ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴി പങ്കുവെക്കുമെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആവശ്യമായ സാഹചര്യങ്ങളിൽ എന്തായാലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി റിവ്യൂസും അതുപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്ട് ഓഡിറ്റ്സ് ഒക്കെ ഇവരെന്തായാലും തീർച്ചയായിട്ടും നടത്തും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള സെക്യൂരിറ്റി ഓഡിറ്റ്സ് ഒക്കെ ഇതിന് വരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പലർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇതിന്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി റിവ്യൂകളെ കുറിച്ചിട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ രീതിയിലേക്കൊക്കെ ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഓഡിറ്റും അതുപോലെ തന്നെ സെക്യൂരിറ്റി റിവ്യൂസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭാവിയിൽ വരുമെന്നുള്ള ഒരു കാര്യം ഇവര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ്. കാരണം ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം ആണെന്നും ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെന്നും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഒരിക്കൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലേക്ക് ഒരു ലോങ് ടേം വിഷനോട് കൂടിയിട്ടുള്ള ഒരു ടെക്നോളജി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ടുള്ള ഒരു മികച്ച ഇന്നോവേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഒരു മികച്ച രീതിയിലുള്ള കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് വളരെ മികച്ച രീതിയിലേക്ക് ഗ്ലോബലി എത്തിക്കുന്ന ലെവലിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നത്. അതിന്റെ കൂടെ തന്നെ ഇതിൽ ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള കൊളാബറേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് very ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു കൊളാബറേഷൻ ഒക്കെ വരുന്നതെന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള കൊളാബറേഷൻസ് എത്തുന്ന സമയത്ത് ഇതിന്റെ ഫ്യൂച്ചർ യൂട്ടിലിറ്റീസ് ഒക്കെ അതുപോലെ തന്നെ ഇതിന്റെ ടോക്കൺസിന്റെ വാല്യൂ ഒക്കെ ഏത് രീതിയിലേക്കായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ ഡെവലപ്പേഴ്സ് എന്തായാലും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിന്റെ വൈറ്റ് പേപ്പർ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ വൈറ്റ് പേപ്പർ ഞാൻ അതേപോലെ മലയാളത്തിലേക്ക് പകർത്തിയിട്ടുള്ള ഒരു കാര്യമല്ല, ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ. നമുക്ക് എപ്പോഴും എന്താ പറയാ, ഒരു എക്സാമിന് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ പേജ് പഠിച്ചിട്ട് അതിന് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏതൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, പൊതുവെ കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു കോർ വിഷൻ എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളിലേക്ക് അവതരിപ്പിച്ച് തരാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ പലരും ഒരു തെറ്റിദ്ധാരണക്കെങ്കിലും ഇടയാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അവസാനത്തെ പേജാണ്. ഓക്കെ,
പലരും ചിലപ്പോ അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന്റെ ഭാഗമായിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ ഏതൊരു ക്രിപ്റ്റോ പ്രൊജക്റ്റുകളാണെങ്കിലും ഇനിയിപ്പോ ക്രിപ്റ്റോ പ്രൊജക്റ്റ് എന്നുകൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും ബാക്കിയുള്ള നമ്മുടെ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എന്തുണ്ട്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഒരു സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലൈമർ ഉണ്ടാവും അല്ലെ. അപ്പോൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരും ഡിസ്ക്ലൈമർ വായിക്കാൻ നിൽക്കാറില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുടെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്ലൈമർ വായിക്കാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു 10ാമത്തെ പേജിലുള്ള ഡിസ്ക്ലൈമർ നമ്മൾ വായിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഡിസ്ക്ലൈമർ വായിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇതിനെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇതിന്റെ ഡിസ്ക്ലൈമർ വായിച്ചിട്ടുള്ളതിൽ ഞാൻ ജസ്റ്റ് അതൊന്ന് ഞാൻ മലയാളത്തിൽ വായിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ഞാൻ എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പോൾ നിയമപരമായ ഉത്തരവാദിത്ത നിരാകരണം, അതായത് ലീഗൽ ഡിസ്ക്ലൈമർ, ഈ വൈറ്റ് പേപ്പർ വിവരശേഖരണ ആവശ്യങ്ങൾക്കായി മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇത് ഒരിക്കലും ഒരു മറ്റുള്ള രീതിയിലല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വൈറ്റ് പേപ്പർ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കോയിൻ4ജി എക്കോസിസ്റ്റം ഇതിന്റെ സാങ്കേതിക വിദ്യ, ആസൂത്രണം ചെയ്ത വികസനം എന്നിവയെ കുറിച്ചുള്ള ഒരു അവലോകനം അവതരിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഏതെങ്കിലും സാമ്പത്തിക ഉൽപ്പന്നം, സെക്യൂരിറ്റി അല്ലെങ്കിൽ നിക്ഷേപം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോ ഉള്ള ഓഫറോ അഭ്യർത്ഥനയോ ശുപാർശയോ ക്ഷണക്കത്തോ ആയി ഇത് കാണരുത് എന്നുള്ളതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഉത്കണ്ഠപ്പെടുക. അതിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല. ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഒരു കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷ്യം അല്ലെ, നമുക്ക് ഇതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഏതെങ്കിലും സാമ്പത്തിക ഉൾപ്പെടോ അതല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നിക്ഷേപം വാങ്ങുന്നതോ വിൽക്കുന്നതോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോ ഉള്ള അത്തരത്തിലുള്ള ഒരു ഇതായിട്ട് കാണരുത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിന്റെ സെക്യൂരിറ്റി എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. ഇതിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഇതിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു നിക്ഷേപം എന്നുള്ള നിലയിലല്ല നമ്മൾ ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇവിടെ നമ്മളൊരു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ആണ് ചെയ്യുന്നത്. ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ള കാര്യം, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം അല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അല്ലെ. ആ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻ എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ അവിടെ നോക്കേണ്ടതുള്ളൂ. അപ്പൊ ആ രീതിയിൽ അതിനെന്ത് ചെയ്യേണ്ട, നമ്മൾ വലിയ രീതിയിൽ ഒരു വേറെ രീതിയിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത് കൃത്യമായിട്ട് കോയിൻ4ജിന്റെ ടോക്കൺ എക്കോസിസ്റ്റത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ്. ഓക്കെ, അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ ആസൂത്രിതമായ ഫീച്ചറുകൾ, പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭാവിയിലെ വികസനങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പരാമർശങ്ങൾ പദ്ധതിയുടെ നിലവിലെ ലക്ഷ്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ഇതിന്റെ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെ. ഭാവിയിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഒരു അവിടെ അതിന്റെ ഏതോ ഒരു ഫേസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ വ്യക്തികളും എടുക്കേണ്ടതായിട്ട്. എക്കോസിസ്റ്റം വളരുന്നതിനനുസരിച്ച് ഇവയിൽ മാറ്റങ്ങളോ തിരുത്തലുകളോ പരിഷ്കാരങ്ങളോ വരുത്തിയേക്കാം. അതായത് ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള എക്കോസിസ്റ്റം വളരുന്നതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരാൻ വേണ്ടിയുള്ള ലെവലിലേക്ക്, ഇപ്പോൾ നമുക്കറിയാം 4G റൈസ് വരുന്ന സമയത്ത് അതിന്റെ സെക്കൻഡറി ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായത് 4G റൈസിന്റെ പ്രീമിയം ആണെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയത് 4G റിവോൾവ് എന്നുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് 100 കോടി ടോക്കൺസ് എന്നുള്ളത് നമുക്ക് 10 കോടിയിലേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റിനും പ്രൊജക്ടിന്റെ വിജയത്തിനും നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കുള്ള ബെനിഫിറ്റിനും വേണ്ടിയിട്ടാണെന്നുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഇതിന്റെ കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോകാതിരിക്കുക. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ അസറ്റുകൾ, അനുബന്ധ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ പരിവർത്തനവും
പ്രവർത്തനവും സാങ്കേതികവും നിയമപരവുമായ വിപണിപരവുമായ അപകട സാധ്യതകൾ അടങ്ങിയിരിക്കുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ പറയാറുണ്ട് ക്രിപ്റ്റോ കറൻസിക്കകത്ത് റിസ്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാറുണ്ട് അല്ലെ. അതിൽ നമുക്കിപ്പോ മൈനിങ് ആയാലും അല്ലെങ്കിൽ ട്രേഡിംഗ് ആയാലും ഒക്കെ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് റിസ്കുകൾ ഉണ്ട്. നമ്മൾ ഏറ്റവും റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമുകളുടെ റഫറൽ പ്രോഗ്രാമുകളാണെന്ന് നമ്മൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളതാണ്. അത്തരത്തിൽ ഇതിന്റെ ക്രിപ്റ്റോ വിപണിക്ക് അതിന്റെ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റ് കോയിൻ എടുത്തു കഴിഞ്ഞാൽ പോലും അവിടെ എന്തുണ്ട്, റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ നമ്മൾ 1 കോടി രൂപക്ക് എടുത്ത സാധനം 60 ലക്ഷത്തിലേക്ക് വരാം, അല്ലെങ്കിൽ 2 കോടിയിലേക്ക് പോകാം. അപ്പൊ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കുള്ള ഒരു മേഖലയായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, കാണുക എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനമാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളുമായോ ഡിജിറ്റൽ അസറ്റുകളുമായോ ഇടപഴകുന്നതിന് മുമ്പ് വ്യക്തികൾ സ്വതന്ത്രമായി ഗവേഷണം നടത്തുകയും ആവശ്യാനുസരണം വിദഗ്ധോപദേശം തേടുകയും വേണം. ഓക്കെ, ഇത് നമ്മളെ എല്ലായിടത്തും കേൾക്കാറുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമ്മുടെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ വേണം അല്ലെ. ഇനിയിപ്പോ നമുക്ക് ആ ഒരു സ്വന്തമായിട്ടുള്ള തീരുമാനം ഇല്ലെങ്കിൽ വിദഗ്ധോപദേശം തേടാനാ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നാട്ടിലെ നമ്മൾ സാധാരണ പഴയ സമയത്തൊക്കെ പറയാറുള്ള കാര്യമുണ്ട്, നാട്ടിലെ ചന്ദ്രേട്ടന്റെ അടുത്തോ അല്ലെങ്കിൽ ഗോപാലേട്ടന്റെ അടുത്തോ എല്ലാം പോയി ചോദിക്കേണ്ടത്. വിദഗ്ധരുമായിട്ട് ഇതിന്റെ വൈറ്റ് പേപ്പറൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ഈ വൈറ്റ് പേപ്പറിൽ അടങ്ങിയിരിക്കുന്ന യാതൊന്നും സാമ്പത്തിക നിക്ഷേപ നിയമ നികുതി അല്ലെങ്കിൽ മറ്റ് വിദഗ്ധോപദേശങ്ങളായി വ്യാഖ്യാനിക്കാൻ പാടില്ല. അതായത് ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതാണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇതിലേക്ക് എത്തിയിട്ടുള്ളത് എന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ടെക്നോളജിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആ ഒരു പോസിറ്റീവ് സൈഡിലൂടെ കാണുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി ഇതിനെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഇതിനെ ഈ രീതിയിലേക്കുള്ള പോസിറ്റീവിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡെവലപ്പേഴ്സ് അത്രയധികം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ഓരോ ഫേസുകളും ഇതിന്റെ ഓരോ ടോക്കണോമിക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അധികാര പരിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, അധികാര പരിധിയിലെ ബാധകമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമാണ്. അതായത് നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണോ അത് കൃത്യമായി പാലിക്കാൻ നമ്മൾ ഓരോ വ്യക്തികളും ഉത്തരവാദികളാണെന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഏതെങ്കിലും ഫീച്ചർ സേവന ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ റോഡ് മാപ്പ് വിവരങ്ങളുടെ കൃത്യത, സമ്പൂർണത അല്ലെങ്കിൽ ഭാവിയിലെ ലഭ്യത എന്നിവയെ കുറിച്ച് കോയിൻഫോർജ് യാതൊരുവിധ ഉറപ്പും നൽകുന്നില്ല. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അല്ലെ. ഇന്ന് ചിലപ്പോൾ മീറ്റിംഗ് ഒരു 2-3 മിനിറ്റ് നീണ്ടുപോയേക്കാം, അതെല്ലാവരും സദയം ക്ഷമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഭാവിയിലെ ലഭ്യതയെ കുറിച്ച് എന്നിവയെ കുറിച്ച് കോയിൻഫോർജ് യാതൊരുവിധ ഉറപ്പ് നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ ടെലഗ്രാമിൽ വന്ന നോട്ടിഫിക്കേഷനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും ആ കാര്യം പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഭാവി പദ്ധതികൾ സാങ്കേതിക സാധ്യതകൾക്കും നിയമപരമായ പരിഗണനകൾക്കും നിലവിലുള്ള എക്കോസിസ്റ്റം വികസനത്തിനും വിധേയമായിരിക്കും. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോസിസ്റ്റം വികസനത്തിനും വിധേയമായിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു എക്കോസിസ്റ്റം ഇതോടുകൂടി അവസാനിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കോയിൻഫോർജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉപയോഗിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യുന്നതിലൂടെ വായനക്കാർ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ സ്വഭാവം മനസ്സിലാക്കുന്നുവെന്നും സ്വന്തം തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് ഇവിടെ നമ്മൾ സിമ്പിളായി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പ്രൊജക്ടിനെ എന്തുകൊണ്ട് വിശ്വസിച്ചു എന്നുള്ളത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ. ഇവിടെ ബ്ലോക്ക് ചെയിൻ, ഇവിടെ ഏറ്റവും അവസാനം മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്, ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ സ്വഭാവം മനസ്സിലാക്കുന്നു എന്നുള്ളത്. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ട കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാതെ അതിനെ ഇതിന്റെ ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ
വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക് അകത്ത് റിസ്ക് ഉണ്ട് എന്നുള്ളത് എവിടെയാണ്? അതിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ വില കുതിക്കുകയോ അല്ലെങ്കിൽ കുറയുകയോ ഒക്കെ ചെയ്യുന്ന ഭാഗത്താണ് അതിന്റെ ഒരു റിസ്ക് എന്നുള്ളത്. ഡിസ്ക്ലൈമറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള റിസ്കിനെ ഈ ഒരു രീതിയിലേക്ക് ഒതുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഭാവിയിലെ ലഭ്യതയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഭാവിയിലെ ലഭ്യതയെ കുറിച്ച് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് യാതൊരു വിധ ഉറപ്പും നൽകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പറയാൻ പോകുന്നത് ആ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നമുക്ക് ഈ ഒരു വൈറ്റ് പേപ്പർ വന്ന സമയത്ത് തന്നെ അതിന്റെ കൂടെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 480ഓളം പേര് മീറ്റിംഗ് കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മീറ്റിംഗ് എന്തായാലും എല്ലാവരും ആവശ്യക്കാരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാണ്, ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിന്റെ ഡിസ്ക്ലൈമറിലുള്ള കുറച്ച് ഭാഗങ്ങളെ കണക്ട് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന 20-ാം തീയതി വരെ മാത്രമാണ്, അതായത് ഇന്ന് മുതൽ 7 ദിവസം, അതായത് 14, 15, 16, 17, 18, 19, 20 എന്ന് പറയുന്ന 7 ദിവസം മാത്രമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു $4140 ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 2595 ടോക്കൺസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1050 ഫോർജ് റൈസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 1050 ടോക്കൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ $3090 ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 1545 ടോക്കൺസ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ പരമാവധി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 2580 ടോക്കണുകളാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ള ഈ ഒരു സമയത്ത് ജസ്റ്റ് നമ്മുടെ ടോക്കണുകളെയൊക്കെ അതിന്റെ ഒരു 10% ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് 1 ബില്യണിൽ നിന്ന് 100 മില്യണിലേക്ക് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, 100 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇനി ഈ 20-ാം തീയതി കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്നത് അതിന്റെ ആക്ടിവേഷന്റെ ഭാഗമായിട്ട് മേ ബി അതിന്റെ ഒരു 10% മാത്രമായിരിക്കും. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു 10% മാത്രമായിരിക്കും. നമ്മളിപ്പോ 2595 ടോക്കൺസ് നമുക്കിപ്പോ ലഭിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ 20-ാം തീയതിക്ക് ശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 259 ടോക്കൺ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു 260 ടോക്കൺസ് മാത്രമായിരിക്കും നമുക്ക് ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാവുക. നമ്മൾ അതിന്റെ ഒരു 10%ലേക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ റെഫറലിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 258 ടോക്കൺസ് ആയിരിക്കും, $4140 ആക്ടിവേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇതിന്റെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ടോക്കൺസ് കിട്ടുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളെയും 10%ലേക്ക് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് കിട്ടാൻ പോകുന്ന റെഫറൽ ഇൻകം, അല്ലെങ്കിൽ ആക്ടിവേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന റെഫറൽ ഇൻകം എന്നല്ല, റെഫറൽ ടോക്കണുകളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ടോക്കൺസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺസിൽ ചേഞ്ചസ് വരുന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ഓൾറെഡി വിവരം കിട്ടിയത് കൊണ്ടാണ് അത് ഈ രീതിയിലേക്കായിരിക്കാം ഒരു പക്ഷേ വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു പക്ഷേ ആ ഒരു 10%ലേക്ക് ആവാൻ വരുന്നത്, അല്ലെങ്കിൽ അതൊരു 25%ലേക്ക് മാറുന്നുണ്ടാവും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് 25%ലേക്ക് മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് 50%ലേക്ക് മാറുന്നുണ്ടാവും. അപ്പൊ അത് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്കാണ് നമ്മുടെ ഈ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതിനെ നമ്മൾ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ കൺമുന്നിൽ ഈ വരുന്ന 7 ദിവസങ്ങൾ നമുക്ക് ജീവൻ മരണ പോരാട്ടമായി കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1,10,10,000 മുകളിൽ ടോക്കൺസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള റിവാർഡുകളായിട്ട് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 40 ലക്ഷത്തിന് താഴെ മാത്രം ടോക്കണുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എത്രത്തോളം ടോക്കൺസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരാൾ ഒരു 1000 ടോക്കൺ വെച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും എത്ര ആൾക്ക് ഇതിൽ ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങൾ ഒരു ജീവൻ മരണ പോരാട്ടമായി കണ്ടുകൊണ്ട് നമുക്ക് പരമാവധി കളക്ട് ചെയ്യാൻ പറ്റുന്ന ടോക്കണുകളെ നമുക്ക് ഇപ്പൊ കളക്ട് ചെയ്യാം.
കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറരുത്. എനിക്ക് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ആരെങ്കിലുമൊക്കെ ഫുൾ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫുൾ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിന്റെ ഫുൾ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഈ ഒരു ബിസിനസ് അതിൻ്റെതായിട്ടുള്ള ലെവലിലേക്ക് സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഇതിന്റെ ഫുൾ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു ഫുൾ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരമാവധി ടോക്കൺസ് കളക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ആ അവസരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ള ദുബായ് ട്രിപ്പ് പോലെയുള്ള ട്രിപ്പുകളെ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം എന്ന് പറയുന്നത് രണ്ടു പേർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിലൂടെ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ 5000-ന് മുകളിൽ ടോക്കൺസ്, 5160 ടോക്കൺസ് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ നമ്മളും കൂടെ ഫുൾ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 7755 ടോക്കൺസ് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ടോട്ടലായിട്ട് നമ്മുടെ ആക്ടിവേഷനും നമ്മൾ രണ്ടുപേരിലേക്ക് ഫുൾ കോൺട്രാക്ട് ബിസിനസ്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് 7755 ടോക്കൺസ് നേടിയെടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഈ അവസരത്തെ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ വ്യക്തികളും ഉപയോഗിക്കുക. ഇവിടെ ജസ്റ്റ് ഇപ്പോഴും വാ പൊളിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, അതിനെ നിങ്ങളൊരു നെഗറ്റീവായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതിനെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും വാ പൊളിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആക്ടിവേറ്റ് ചെയ്യുക. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ ഏത് ലെവലിലേക്കാണ് മൂവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ളൊരു വൈറ്റ് പേപ്പർ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു അപ്ഡേഷനോട് കൂടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ സമയത്ത് അതില് ഒരുപാട് പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഞാൻ നോക്കുക വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം എക്സൈറ്റഡ് ആണ്. അതിനേക്കാൾ ഉപരി ഞാൻ കുറച്ചുകൂടെ ടെൻസ്ഡ് ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ടെൻഷന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ പോലെയുള്ള പല വ്യക്തികളിലേക്കും ഇറങ്ങി വരാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് എന്നെ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഒരുപാട് ലീഡേഴ്സിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആ ലീഡേഴ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാനായാലും നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഇതിന്റെ ടോക്കൺസ് കളക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കിട്ടുന്ന USDTക്ക് വേണ്ടിയിട്ടല്ല, ആ ഒരു ടോക്കണ് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാരണത്താൽ പറയാണ്, ഒരു മിനിമം ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതിൽ ചിലപ്പോൾ 500, 600, 1000, 2000 ടോക്കൺസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. മിനിമം ഒരു 10,000 ടോക്കണെങ്കിലും കളക്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരു 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു 85ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 83ാമത്തെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു പൗരപ്രമുഖനായിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഏറ്റവും മികച്ച രീതിയിലുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ള വ്യക്തികളായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൃത്യമായി പറയുകയും ചെയ്യാൻ കോയിൻ ഫോർജിന്റെ ടോക്കൺസ് നല്ല രീതിയിൽ വേണം. അത് ജസ്റ്റ് ഒരു 10,000 എന്നുള്ളത് ഞാൻ തീരെ കയ്യിലില്ലാത്ത ആൾക്കാരുടെ അടുത്ത പറയുന്നത്. നജ്മത്തെ പോലെയുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിന് 1 ലക്ഷത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ 25,000-ലും 30,000-ത്തിനൊക്കെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു 50,000 എന്നുള്ള ലെവലിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാവി ഭദ്രമാക്കാനുള്ള ഏറ്റവും മികച്ച തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുക്കുക. ഇന്ന് മുതൽ നിങ്ങൾ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ഇന്ന് മുതൽ നിങ്ങൾ ഇതിനെ ഒരു ജീവൻ മരണം പോരാട്ടമായി കണ്ടുകൊണ്ട് പരമാവധി കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ടോക്കൺസ് കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ വരുമാനത്തിനൊക്കെ സെക്കൻഡറി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിന്റെ ടോക്കൺസിന് പ്രൈമറി പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ടോക്കൺസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കട്ടെ, എല്ലാവർക്കും ആത്മാർത്ഥമായി ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന ബിസിനസ്സിലൂടെ സക്സസ് ആവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല രീതിയിലുള്ള ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും ഇന്നു മുതൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ബിസിനസ് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പുതിയ ലോകം കൺമുന്നിൽ വിരിയുന്നു, ഹൃദയങ്ങളിൽ ഒരേ സ്വപ്നം, ഒരേ താളം.
മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുന്നു ദൂരെ. എംപവർ കരുത്ത് നൽകുന്നു മുന്നേറാൻ. കോയിൻഫോർട്ട് വഴിയുയരും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം. വിരൽ തുമ്പിൽ വിപ്ലവം. നാളെ നമ്മുടെ ഒരുമയുടെ ശക്തിയിൽ പടുത്തുയർത്തും നാം ഈ പുതിയ യുഗം, ഈ വിജയഗാഥ. ബ്ലോക്ക് ചെയിൻ തീയിൽ നാം ജനിച്ചവർ. കൊതുകൾ കുറിച്ചത് തലമുറയുടെ വിധി. മലനാടിന്റെ വീര്യം, ലോകത്തിന്റെ വേഗം. ചരിത്രം തിരുത്തും ഈ കൂട്ടായ്മയെന്നും. കോയിൻഫോർട്ട് വഴിയുയരും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം. വിരൽ തുമ്പിൽ വിപ്ലവം. നാളെ നമ്മുടെ ഒരുമയുടെ ശക്തിയിൽ പടുത്തുയർത്തും നാം ഈ പുതിയ യുഗം, ഈ വിജയഗാഥ. അതിരുകളില്ലാതെ ആകാശത്തോളം വളരുന്നു ഈ ശൃംഖല. ഓരോ ഹൃദയത്തിലും വിശ്വാസത്തിന്റെ നാണ്യം. ഭാവിയുടെ വാഗ്ദാനം. ഒന്നായി നാം മുന്നോട്ട് വിജയത്തിലേക്ക്. ഒരു പുതിയ ലോകം കൺമുന്നിൽ വിരിയുന്നു. ഹൃദയങ്ങളിൽ ഒരേ സ്വപ്നം, ഒരേ താളം. മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുന്നു ദൂരെ. എംപവർ കരുത്ത് നൽകുന്നു മുന്നേറാൻ. കോയിൻഫോർട്ട് വഴിയുയരും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം. വിരൽ തുമ്പിൽ വിപ്ലവം. നാളെ നമ്മുടെ ഒരുമയുടെ ശക്തിയിൽ പടുത്തുയർത്തും നാം ഈ പുതിയ യുഗം, ഈ വിജയഗാഥ. ബ്ലോക്ക് ചെയിൻ തീയിൽ നാം ജനിച്ചവർ. കൊതുകൾ കുറിച്ചത് തലമുറയുടെ വിധി. മലനാടിന്റെ വീര്യം, ലോകത്തിന്റെ വേഗം. ചരിത്രം തിരുത്തും ഈ കൂട്ടായ്മയെന്നും. കോയിൻഫോർട്ട് വഴിയുയരും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം. വിരൽ തുമ്പിൽ വിപ്ലവം. നാളെ നമ്മുടെ ഒരുമയുടെ ശക്തിയിൽ പടുത്തുയർത്തും നാം ഈ പുതിയ യുഗം, ഈ വിജയഗാഥ. അതിരുകളില്ലാതെ ആകാശത്തോളം വളരുന്നു ഈ ശൃംഖല. ഓരോ ഹൃദയത്തിലും വിശ്വാസത്തിന്റെ നാണ്യം. ഭാവിയുടെ വാഗ്ദാനം. ഒന്നായി നാം മുന്നോട്ട് വിജയത്തിലേക്ക്.
നാളുകൾ കുറിച്ചത് തലമുറയുടെ വിധി, മലനാടിന്റെ വീര്യം, ലോകത്തിന്റെ വേഗം, ചരിത്രം തിരുത്തും ഈ കൂട്ടായ്മയെന്നും. കോയിൻഫോർട്ട് വഴിയുയരും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം, വിരൽ തുമ്പിൽ വിപ്ലവം, നാളെ നമ്മുടെ ഒരുമയുടെ ശക്തിയിൽ പടുത്തുയർത്തും നാം ഈ പുതിയ യുഗം, ഈ വിജയഗാഥ. അതിരുകളില്ലാതെ ആകാശത്തോളം വളരുന്നു ഈ ശൃംഖല.